ബ്രൈറ്റ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒട്ടും വൈകാതെ തന്നെ ഇന്നത്തെ മത്സരങ്ങളിലേക്ക് കടക്കുകയാണ്. പക്ഷേ അതിനു മുൻപായി നമുക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാനുണ്ട്. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ മറക്കാനാവാത്ത ഒരു പിടി മനോഹരങ്ങളായ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ നമുക്കായി സമ്മാനിച്ച ഫാദർ ആന്റണി ഉർലിയാനിക്കൽ CMI, സംഗീത സംവിധായകൻ, പിന്നണി ഗായകൻ എന്നീ നിലയിൽ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ അൽഫോൺസ് ജോസഫ്, ക്രിസ്തീയ ഭക്തിഗാന രംഗത്തും ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തും ഒരുപോലെ മിന്നിത്തിളങ്ങുന്ന സിസിലി എബ്രഹാം. ഇനി നമ്മുടെ മത്സരാർത്ഥികളെ സപ്പോർട്ട് ചെയ്യാനായി വളരെ ടാലന്റഡ് ആയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റാണ് ഓർക്കസ്ട്ര ടീമിലുള്ളത്. പ്രിൻസ് ജോസഫ് ലീഡ് ചെയ്യുന്ന ഓർക്കസ്ട്ര ടീമിനെയും ഞാൻ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലെ മത്സരങ്ങളിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഫസ്റ്റ് പെർഫോമൻസിനായി ലെറ്റ് മീ ഇൻവൈറ്റ് സേബ ടോമി. സേബ, ലുക്കിംഗ് വെരി പ്രിറ്റി. ഏത് റൗണ്ടിലാണ് ഇന്ന് പാടുന്നത്? മരിയൻ. ഏത് സോങ് ആണ് സെലക്ട് ചെയ്തത്? മേഘങ്ങൾക്കിടയിൽ. പ്രാക്ടീസ് ചെയ്തോ? നന്നായിട്ട് ചെയ്തു? കോൺഫിഡൻ്റ് ആണ്? ശബ്ദം ഇപ്പൊ പോയി കിടക്കാം. സാറില്ല, ശബ്ദം ഇപ്പം നമ്മുടെ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും അല്ലേ? അപ്പം ജഡ്ജസിനൊക്കെ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ സ്റ്റേജിൽ നമുക്ക് ഒരു സപ്പോർട്ട് എക്സ്ട്രാ ഉണ്ട്. അതായത് നമ്മുടെ ഈശോയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അപ്പം ആ ഒരു ധൈര്യം മാത്രം മതി. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ശബ്ദം നമുക്ക് നമ്മളുടെ തൊണ്ടയെ, നമ്മുടെ കഴിവിനെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. അപ്പോൾ എല്ലാം ശരിയായിട്ട് വരും. ഓക്കെ സേബ, നന്നായി പാടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.
ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ നിന്റെ മനസ്സിന്റെ ദീപം ഓ മാതേ മരിയേ നിന്റെ മനസ്സിന്റെ ദീപം ഓ മാതേ മരിയേ നിന്റെ മനസ്സിന്റെ ദീപം. സേബ, നല്ല പാട്ടായിരുന്നു. താങ്ക് യു. എങ്ങനെ പാടിയെന്ന് തോന്നുന്നു? കുഴപ്പമില്ല. ലൈക്ക് ഞാൻ ഓർത്തു കുറച്ചെങ്കിലും നീന് പറ്റുന്നു, പക്ഷെ ഒന്നും പറ്റിയില്ല. നമ്മൾ പാടുന്നതിന് മുമ്പ് പറഞ്ഞില്ലായിരുന്നോ, പാട്ടിനെയും തൊണ്ടയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പാടിയാൽ ഒന്നും സംഭവിക്കില്ല. തീർച്ചയായിട്ടും ഇനി പാട്ടിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ്, കറക്ഷൻസ് എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് ചോദിച്ച് തന്നെ അറിയണം. ഉല്യാനിക്കലച്ച, സേബയുടെ ഇന്നത്തെ സോങ്ങിനെ കുറിച്ച്. സെബയുടെ പാട്ട് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. നല്ല പോസിറ്റീവായിട്ട് ചില കാര്യങ്ങളുണ്ട്. പക്ഷെ നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് മോളുടെ പാടുമ്പോൾ. താങ്ക് യു. കോൺഫിഡൻറ്റ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബോഡി മൂവ്മെൻറ്റ്സ് ഉണ്ട്. ആവശ്യമുള്ള ഈ പാട്ടിന് ആവശ്യമുള്ള ഡൈനാമിക്സ് എല്ലാം മോൾ കൊടുത്തു. നല്ല നല്ല ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ മോളെ, നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഒരു ഡിവോഷണൽ ഫീൽ നന്നായിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല പോയിൻറ്റ്സാണ്. പലർക്കും ഇല്ലാത്ത, ഇതുവരെ പല റൗണ്ട്സിലും പാടിയിട്ട് ഇല്ലാത്ത കിട്ടുന്ന മോൾക്ക് വളരെ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ദ മെസ്സേജ്, നല്ല ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് കുറേ നല്ല പോയിൻറ്റ്സ്. മറ്റേ മോൾ പറഞ്ഞതുപോലെ ഒരു എന്താ പറയുക, ഒരു ഫൈൻ ട്യൂണിങ് എന്നൊക്കെ പറയില്ല എപ്പോഴും, അതിനൊരു കുറവുണ്ട് അവിടെ ഇവിടെ എല്ലാം. ഇങ്ങനെ മോൾ പറഞ്ഞതുപോലെ ശബ്ദം പോകുമോയെന്നൊരു പേടി, അത് മനസ്സിൽ കിടക്കുന്നുള്ളതുകൊണ്ട് ആ ഭയം പലപ്പോഴും നമ്മുടെ സിംഗിങ്ങിൻ്റെ പല സ്ഥലത്തും അല്പം അല്പമൊക്കെ ശ്രുതി പോകാനായിട്ട് അതിങ്ങനെ തിരിച്ചാൽ മതി, ഇവിടെ ട്യൂൺ ചെയ്ത് വന്നാൽ മതിയായിരുന്നു. അത് സാധിച്ചില്ല. അത് മോളുടെ ഒരു മൈനസ് പോയിൻ്റ് അല്ല കേട്ടോ. ഫിസിക്കലി വീക്കായിരിക്കും, അത് ശ്രദ്ധിക്കുക. പലയിടത്തും വളരെ നല്ല ചില സിംഗിങ് സ്റ്റൈൽ ഒക്കെ ഉണ്ടായിരുന്നു. ആ ചരണത്തിൻ്റെ ആദ്യ വരികളൊന്ന് പറഞ്ഞ മോളെ, എന്താണെന്ന് എനിക്ക് പിടികിട്ടില്ല, ഒന്ന് പറഞ്ഞാൽ മതി ആ വരികളെല്ലാം കൂടെ. ചുടുവേനലിൽ ലെബനോന്റെ ആ മണ്ണിലെ പച്ചപ്പ് പോലെ ആ ധൂപകലശത്തിൽ പുകയും ആ നറുസുഗന്ധ ദ്രവ്യം പോലെ. പാടിയപ്പോൾ ആ മെസ്സേജ് നല്ലൊരു മെസ്സേജാണ്. ആരുടെ വരികൾ അറിയോ? നല്ല നല്ല സിമ്പിൾസാണ് പുള്ളി കൊണ്ടുവന്നിരിക്കുന്നത്. ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ നല്ല മാതാവിൻ്റെ ചില അർത്ഥവത്തമായ ചില സിമ്പിൾസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ചുവന്ന് പാടിക്കാന്ന് കേൾക്കട്ടെ. ചുടുവേനലിൽ ലബനോന്റെ മണ്ണിലെ പച്ചപ്പ് പോലെ. വേനൽ കഴിഞ്ഞ് കോമഡി ചുടുവേനലിൽ ലബനോ ലില്ല വരുന്നുണ്ട്. വേനലിൽ ലബനോന്റെ പറഞ്ഞൊന്ന് പഠിക്കുക, അങ്ങനെ പഠിക്കുക. ചുടുവേനലിൽ ലബനോന്റെ മണ്ണിലെ പച്ചപ്പ് പോലെ ധൂപകലശത്തിൽ പുകയും നറുസുഗന്ധദ്രവ്യം പോലെ. ധൂപകലശത്തിൽ പറഞ്ഞു. ധൂപകലശത്തിൽ ധൂപകലശത്തിൽ. അതിന് ചില വാക്കുകൾ ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ട്. ഒരു ടോട്ടൽ പെർഫെക്ഷൻ ഉണ്ടായിരുന്നു, ഒരു ട്യൂണിങ്ങിൻ്റെ കുഴപ്പമുണ്ടായിരുന്നു. അത് ഫ്രം ദ ബിഗിനിങ് ടിൽ എൻഡ് അത് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ട്യൂണിങ്ങിൻ്റെ കുറവ് അത് കുറച്ചുകൂടി ഇവർ വ്യക്തമായിട്ട് തരും. പക്ഷേ മോളുടെ ആ സിംഗിങ് സ്റ്റൈൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല മൂവ്മെൻറ്റ്സ്, മോളുടെ ബോഡി കൈ കിടക്കുന്നതേ അനാവശ്യമായിട്ടൊന്നുമില്ല, പക്ഷേ യു ഗീവ് ദ മീനിങ് ത്രൂ യുവർ ബോഡി മൂവ്മെൻറ്റ്സ്. അത് നല്ല കേട്ടോ. ഓക്കെ ഓക്കെ, കൺവേ ദ മീനിങ്. താങ്ക് യു അച്ഛ. അൽഫോൺസേട്ടാ. സേബ, ഹലോ. പാട്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് ഈ ഒരു കാര്യം പറയാൻ തോന്നുന്നത്, ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ഒത്തിരി പേർക്കുണ്ട്. പല കുട്ടികൾക്കും, എല്ലാവർക്കും, എനിക്കും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ പാട്ടുകാർ നമ്മളുടെ പ്രധാനപ്പെട്ട ഉപകരണമാണ് തൊണ്ട എന്ന് പറയുന്നത്. അതിനെന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ പ്രോബ്ലമാണ്, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം എങ്ങനെ പരീക്ഷിക്കണം എന്നുള്ളത്.
തൊണ്ടയ്ക്കൊരു പ്രോബ്ലം ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളാണ്. നമുക്ക് ഒന്ന് ശ്രുതിയിൽ പാടാൻ ബുദ്ധിമുട്ട് വരും, സംഗതി പാടാൻ ബുദ്ധിമുട്ട് വരും, പിന്നെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരും, അവിടെ നിൽക്കാൻ തന്നെ ചിലപ്പോൾ ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക്, എന്നാൽ ഇതെല്ലാം നമുക്ക് പറഞ്ഞ് മാർക്ക് ഇടാനോ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റത്തില്ല അല്ലേ. അപ്പോൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ മോളുടെ അച്ഛൻ പറഞ്ഞ പോലെ മോളുടെ പാട്ട് നല്ല പാട്ടാണ്, നന്നായിട്ട് പാടാൻ അറിയാം, നല്ല സ്വരമാണ്, എല്ലാം ഉണ്ട്. പക്ഷേ ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു നന്നായിട്ട്. അത് ഞാനിങ്ങനെ എനിക്ക് എടുത്ത് എല്ലാ ഭാഗങ്ങളും പറയാം, ഞാനിവിടെ എല്ലായിടത്തും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോലെ എന്ന് പറയുന്ന എല്ലാ ഭാഗങ്ങളിലും ശ്രുതി ഫ്ലാറ്റായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ മാരോ എൻഡ് ചെയ്യണതാന്ന് തോന്നുന്നു, എന്തോ ഒരു ലൈൻ്റെ എൻഡിൽ മാരോ എന്ന് പറയുന്നത് ആ ഒരു ഭാഗമുണ്ട്. പിന്നെ പനിമതി ഒന്ന് പാടാവാ. ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ പോലെ പോലെ. ആ, അപ്പോൾ ആ നോട്ടുകളുടെ ഒരു ക്ലാരിറ്റി കുറച്ചും കൂടി വരണമായിരുന്നു. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമുക്കിപ്പം പറയുമ്പോഴത്തേക്കും ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം, പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും കേട്ടോ. നമ്മളതൊന്ന് നമ്മുടെ മൈൻഡിൽ വെക്കണം. എന്നാ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ നമ്മൾ നന്നായിട്ട് കറക്റ്റായിട്ട് മരുന്നെടുക്കുക, എത്രയും നേരത്തെ മരുന്ന് കഴിക്കുക, എത്രയും പെട്ടെന്ന് നമ്മുടെ തൊണ്ടയുടെ പ്രശ്നം ശരിയാക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ആരോഗ്യകാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടായിരുന്നോ ശ്രുതി കുറയുന്നത്? മനസ്സിലാകാൻ പറ്റുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല അല്ലേ? കുഴപ്പമില്ല, സാരില്ല. അടുത്ത പെർഫോമൻസിൽ നമുക്കതെല്ലാം ഒന്ന് ശ്രദ്ധിക്കാം. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു അൽഫോൻസേട്ടാ. സിസിലി? സെബ, നല്ല ഡ്രസ്സിങ്, ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ക്ലാസ് ഡ്രസ്സാണ്. സെബയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഓർത്ത് ഇച്ചിരിയും കൂടി ഒരു ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു, കാരണം പാട്ട് പാടാനായിട്ടോ. പാട്ട് പാടുമ്പോൾ ഇച്ചിരി ശക്തിയൊക്കെ എടുത്ത് പാടണ്ടേ, അപ്പം അതിന് ഞാൻ വിചാരിച്ചു ഇച്ചിരി കൂടെ ആരോഗ്യം വന്നാൽ നല്ലതാണ് കേട്ടോ. ശബ്ദത്തിനൊക്കെ ഒരു ഇച്ചിരി പ്രശ്നമുള്ളപ്പോൾ നമുക്ക് പാടാനൊരു മൂഡ് കിട്ടില്ല, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ പാടാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഒരു ഫീൽ വരും. അപ്പോൾ നമ്മൾ ആ ഓർക്കസ്ട്ര അത് നമ്മളെ അങ്ങ് കൊണ്ടുപോയി ആ പാട്ടിലോട്ട്. അപ്പോൾ മോൾക്ക് നല്ല എൻജോയ് ചെയ്ത്, എനിക്ക് തോന്നിയത് ഇത്രയും ശബ്ദത്തിന് പ്രശ്നം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യായിരുന്നു, പക്ഷേ അതൊക്കെ മോള് മറികടന്ന് നല്ല എൻജോയ് ചെയ്ത് പാടി. ഒരു സ്ഥലത്ത് പോലും നമുക്കൊരു ടെൻഷനോ ആവശ്യമില്ലാത്തൊരു പേടിയോ ഒന്നും കണ്ടില്ല. മോള് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ നല്ല പ്ലസൻ്റ് ആയിട്ട്, അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ദാറ്റ് ഹെൽപ്ഡ് ദ സോങ് റിയലി വെൽ. കാരണം അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് മോൾക്ക് ഈ പാട്ട് ഇത്രയും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക. ഇൻഫാക്റ്റ് എനിക്ക് തോന്നുന്നു മോളിവിടെ പാടിയതിൽ ഇച്ചിരി ഒരു സീരിയസ്നെസ് കുറവുണ്ടായിരുന്നു, ഒരു ഇച്ചിരി ഒരു എന്താ പറയുക ചൈൽഡ് ലൈക്ക് പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സോങ്ങിലാണ് മോള് ഒരു കംബാക്ക് പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി എന്നുള്ളൊരു ഇതെനിക്ക് ഫീൽ ചെയ്തത് ഈ സോങ്ങിലാണ്. മോൾ ഇതുവരെ പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പാട്ടുമാണ്. ശബ്ദത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി നിർത്തിയാൽ മോൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു. എനിക്ക് തോന്നിയത് മോളെ പ്രഭാത താരം പോലെ, എല്ലാ ഈ പോലേക്ക് മുമ്പും ഒരു കട്ട് ചെയ്യുന്നുണ്ട് അവിടെ, പ്രഭാത താരം പോലെ. എല്ലാ അതിനു മുമ്പ് ഇങ്ങനെ കിട്ടില്ല എന്നുള്ള വിചാരത്തിലാന്ന് തോന്നുന്നു. മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ. അതുപോലെ പനിമതി കഴിഞ്ഞ് പെട്ടെന്നൊരു കട്ട് ചെയ്ത് പിന്നെ പോലെ പറയൂ. അപ്പോൾ അവിടെ ഇങ്ങനെ ചില നമ്മളിങ്ങനെ ആസ്വദിച്ച് വരുമ്പോൾ പെട്ടെന്നൊരു ബ്രേക്ക്, അത് അവിടെ അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ വിചാരിച്ചു. ലാസ്റ്റ് പല്ലവി പാടിയപ്പോൾ പ്രഭാത താരം പോലെ ഒരുമിച്ച് പാടിയപ്പോൾ നല്ല രസമായിരുന്നു. അത് പാടിയില്ലേ അങ്ങനെ? അത് നല്ല രസമായിരുന്നു കേൾക്കാൻ. പിന്നെ പനിമതി അത് പോകുന്നുണ്ടായിരുന്നു. ഉത്സവവേളയിൽ രണ്ടാമത്തെ തവണ പാടിയപ്പം എത്തിയില്ല. സൂര്യനെ പോലെ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഫൈൻ ട്യൂണിങ് ആണ് പിന്നെ തോന്നിയ പ്രശ്നങ്ങൾ. പക്ഷെ അതെനിക്കറിയാം മോൾക്ക് അത് എത്താൻ പറ്റാഞ്ഞിട്ടാണ്. പക്ഷെ അനുപല്ലവി മോള് നല്ല രസമായിട്ട് ഹാൻഡിൽ ചെയ്തു, അത് നന്നായി എൻജോയ് ചെയ്തു. അതുകൊണ്ട് തന്നെ അത് നല്ല രസമായിട്ട് വന്നു. ചരണത്തിൽ ഈ പറഞ്ഞ പോലെ എന്താ പച്ച പൂ പോലെ അല്ലേ, ഞാൻ ആലോചിച്ച് പച്ച കളറിലുള്ള പൂ, ഏത് പൂവാണ് എൻ്റെ കർത്താവെന്ന് ആലോചിച്ച് പിന്നെ മനസ്സിലായി പച്ചപ്പൂ പോലെ എന്നാണെന്നുള്ളത്. അത് പച്ച പൂ എന്ന് പറഞ്ഞ് എടുത്തപ്പോഴത്തേനും നമുക്കത് വേറൊരു മീനിങ് ആയിപ്പോയി കേട്ടോ. ചുടുവേനലിൽ ലബനോന്റെ മണ്ണിലെ പച്ചപ്പ് പോലെ. ഓ മാതേ മരിയേ ആ പോർഷൻ
നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. നമുക്കൊക്കെ കൂടെ പാടാൻ തോന്നി. ആ ലൈൻസ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ട്യൂൺ നല്ല നമുക്കൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു ട്യൂണുമാണ്. നല്ല സോങ് ആണ് കേട്ടോ. നല്ല മാതാവിൻ്റെ നല്ലൊരു പാട്ട്, നല്ല സെലക്ഷൻ. എനിക്കിഷ്ടമായി മോളെ. ഐ തിങ്ക് ദിസ് ഈസ് യുവർ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സിസിലി. സേബ, നല്ല കമൻസ് കിട്ടി, നല്ല കറക്ഷൻസും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് ജഡ്ജസ് എല്ലാവരും പറഞ്ഞു. സോ ഹാപ്പി അല്ലേ? നമുക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ടെൻഷനൊക്കെ മാറി, ഒരു പ്രോബ്ലം ഇല്ലാതെ പാടാൻ സാധിച്ചു. നല്ല കമൻസും കിട്ടി, പോസിറ്റീവ് ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. ആ ചേഞ്ച് നമ്മളിനി കീപ്പപ്പ് ചെയ്യുക, കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് പോവുക അല്ലേ? ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ഉർലിയാനിക്കലച്ച, ഔട്ട് ഓഫ് 10. 7.5 out of 10. Alfonseta. Seven out of 10. Kisli. .5 out of 10 and the total score is 22 out of 30. നല്ല സ്കോറാണ്. പ്രത്യേകിച്ചും നമ്മൾ എല്ലാ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് പാടിയതാണ് ഈ സ്റ്റേജിൽ അല്ലേ? ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പാടാൻ കഴിഞ്ഞു. അതിൽ നമുക്ക് ആദ്യം തന്നെ നന്ദി പറയാം. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഫോർ ടുഡേസ് സ്കോർ. ഇനി അടുത്ത റൗണ്ടിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രാർത്ഥിച്ച് വരിക. ഓൾ ദി വിഷസ്. താങ്ക് യു. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിൽ അടുത്ത പെർഫോമൻസിനായി എത്തുന്നു ജോസഫ് ബിനു ചാക്കോ. ജോസഫ്, എന്തോ ആസ് ഓൾവേസ് നല്ല ഹാൻസം ആയിട്ട് നല്ല എപ്പോഴും ഒരു കുർത്ത, ഒരു ഈ ഗെറ്റപ്പാണല്ലോ. എന്താ അതിൻ്റെ ഒരു രഹസ്യം? ഇതിടുമ്പോ നല്ല ലുക്കാന്ന് എല്ലാരും പറയാറുണ്ട്. ശോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ആൻസർ അടിപൊളി. അപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് പാടുന്നത്? ഏത് റൗണ്ടിലാണ് പാടുന്നത്? ഞാൻ ഫിലിം ക്രിസ്ത്യൻ സോങ്ങിലെ ബാവായ്ക്കും പുത്രനും. വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. അതുകൊണ്ട് തന്നെ കെയർഫുൾ ആയിരിക്കണം. എല്ലാവർക്കും അറിയാം, എനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടാണ്. പ്രാക്ടീസ് ചെയ്തില്ലേ? നന്നായിട്ട് നന്നായി പ്രാക്ടീസ് ചെയ്തു. ജോസഫ് നല്ല കോൺഫിഡൻ്റ് ആണ്. ഈ കോൺഫിഡൻസോട് കൂടി തന്നെ പാടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് ജോസഫ്. താങ്ക് യു. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബാവായ്ക്കും പുത്രനും
ജോസഫ്, എന്തോ നല്ല പാട്ടായിരുന്നു. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ സെലക്ടിങ് ദിസ് സോങ്. എങ്ങനെ പാടിയെന്ന് ജോസഫിന് തോന്നുന്നു? കുഴപ്പമില്ലാണ്ട് പാടി. കുഴപ്പമില്ലാതെ പാടിയെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് എന്തായാലും കുഴപ്പങ്ങളുണ്ടായിരുന്നോ, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ ജഡ്ജസിനോട് ചോദിക്കാം. അൽഫോൺസേട്ടാ, ജോസഫ്, എന്തോ നല്ല പാട്ടായിരുന്നു മോനത് നന്നായിട്ട് പാടി. നമ്മളുടെ ഒരു ശ്രുതിയുടെയും ബാക്കിയുള്ള ആ ഒരു പോസിബിലിറ്റി അനുസരിച്ചിട്ട് നല്ലൊരു ബെസ്റ്റ് സോങ് സെലക്ഷൻ ആയിരുന്നു എന്ന് ഞാൻ പറയാം. അപ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ തെറ്റുകളൊന്നും ഇതിനകത്ത് കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. കാരണം അങ്ങനത്തെ ഒരു സോങ് ആയിരുന്നു. മോനത് നന്നായിട്ട് ട്രൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഒന്ന് പറയാം. ഈ ഒരു ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ടത്, തരലല കർത്താവേ കാത്തരുളിടേണമേ ആ ഒരു ഭാഗം രസമായിട്ട് പാടി. പക്ഷേ അവിടുത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എനിക്ക് തോന്നിയത്, പല ലൈനിൽ, എല്ലായിടത്തും ഇല്ല, ചില ലൈനുകളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് പെട്ടെന്ന് അങ്ങ് ഡ്രോപ്പ് ചെയ്യും. കാത്തരുളിടേണമേ അല്ലെങ്കിൽ ഒരു അതായത് നമ്മൾ എങ്ങനെ ഏത് ഡൈനാമിക്സിലാണ് വന്ന് നിൽക്കണേ അത് പതുക്കെ അങ്ങ് ഒരു ഡിക്രഷൻ്റോ ഒരു സോഫ്റ്റായിട്ട് കൊണ്ട് നിർത്തിയാൽ നല്ലതായിരുന്നു. ഇടേണമേ അടുത്തയിലോട്ട് പോണതിന് മുമ്പ് പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ടിക്കുന്ന ഒരു സ്റ്റോപ്പ് വരുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് ഒരു പെട്ടെന്ന് അങ്ങോട്ട് ഒരു ജെർക്ക് വന്ന പോലെ ഫീൽ ചെയ്യും. അങ്ങനെ 1-2 സ്ഥലങ്ങളിൽ കൈനീട്ടി വാങ്ങണം, കൈനീട്ടി വാങ്ങേണമേ, സസ്റ്റെയിൻ ചെയ്ത് നിർത്താം. അവിടെ കുറച്ചിങ്ങനെ കൊണ്ടുവന്ന് നിർത്താം. അത് കൈനീട്ടി വാങ്ങേണമേ, പെട്ടെന്ന് അങ്ങ് ഒരു നിർത്തലായിപ്പോയി. അപ്പം അത് ഇതേ ഭാഗം തന്നെ ചരണത്തിൽ വരുമ്പോഴും അങ്ങനത്തെ പെട്ടെന്നുള്ളൊരു നിർത്തലുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ, നമുക്ക് പല സംഭവങ്ങളുണ്ടാവും, ചിലപ്പോൾ ബ്രത്ത് കിട്ടുന്നുണ്ടാവില്ല, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇൻ കേസ് ഇപ്പോൾ നമ്മൾ നേരത്തെ നിർത്തുകയാണെങ്കിൽ ഒന്ന് സോഫ്റ്റായിട്ട് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഒരു ഗുണം അടുത്ത ലൈനിലേക്ക് അത് കറക്റ്റായിട്ട് ഇത് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കണ്ടത്. നന്നായിരുന്നു കേട്ടോ. ഈ ഒരു റൗണ്ടിൻ്റെ പ്രത്യേകത അനുസരിച്ചും പാട്ടിൻ്റെ സിംപ്ലിസിറ്റി അനുസരിച്ചിട്ടും മോൻ നന്നായിട്ട് ചെയ്യാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സർ. താങ്ക് യു അൽഫോൺസേട്ടാ. ഉരുളിയാനിക്കലച്ച, നല്ല പാട്ടായിരുന്നു മോനെ, നല്ല സെലക്ഷനാണ്. ഒത്തിരി തലമുറകൾ കൈമാറി വരുന്ന ഒരു പാട്ടാണത്. ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് അറിയാം ഈ പാട്ടിന്? 45 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പാട്ടാണ്. 1971 വയലാറും ദേവരാജനും കൂടി ചെയ്ത് സുശീല പാടിയ പാട്ടാണ്. ഇങ്ങനെ ചില അനശ്വരമായ സംഗീതമാണ് ഇതൊക്കെ, കറതീർന്ന മ്യൂസിക് അല്ലേ? മോൻ നന്നായി പാടി, നന്നായി പാടി മോൻ. ശ്രുതിയൊന്നും പോയില്ല, നല്ല കൺട്രോൾ ഉണ്ടായിരുന്നു. മോൻ്റെ ആക്ഷൻസിനെ കുറിച്ച് നന്നാവാറുണ്ട്. നിൽക്കുന്നത് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കണം. കൈ കെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഗ്രേസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഒരു ഭംഗി, ഒരു ബ്യൂട്ടി കാണാൻ, സൗന്ദര്യം കൊണ്ടാണ് കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ മതി. സോ ഗുഡ് മോനെ. ഗദ്ഗത കണ്ടരായില്ല, ഗൽഗത എന്നാണോ? അങ്ങനെയാണോ? അങ്ങനെയല്ല, ഗദ്ഗത കണ്ടര. ഗൽഗത എന്നൊരു വാക്കില്ല, ഗദ്ഗത കണ്ടരായി. മോൻ്റെ ഈ ക്യാട്ടെ അങ്ങനെയുള്ളതല്ല, സ്തുതിയായിരിക്കട്ടെ, ആ അങ്ങനെയുള്ള അകാരം വരുമ്പോൾ മോൻ ഇപ്പോഴും കറക്റ്റ് ചെയ്യാനുണ്ട്. മോൻ ഒത്തിരി കറക്റ്റ് ചെയ്തു. സ്തുതിയായിരിക്കട്ടെ പഠിക്കേ. സ്തുതിയായിരിക്കട്ടെ, സ്തുതിയായിരിക്കട്ടെ. കേട്ടെ വേണ്ട, കേട്ടെ വേണ്ട കേട്ടോ. പഠിക്കേ. സ്തുതിയായിരിക്കട്ടെ വേണം കേട്ടോ. ആ ആക്സെന്റ് വരുന്നതെല്ലാം മോൻ്റെ എൻ്റെ ആകാരം കൂടുന്നുണ്ട്. ഓക്കെ മോനെ, നല്ലൊരു സെലക്ഷൻ. യു ഡിഡ് വെൽ. ഇറ്റ്സ് ഗുഡ്. താങ്ക് യു ഉരുളിയാനിക്കലച്ച. സിസ്ലി, ജോസഫ്, എന്തോ ഈ പാട്ട് നന്നായിട്ട് പാടി കേട്ടോ. എന്താ പറയുക, ഒന്നും പറയാനില്ല, മിസ്റ്റേക്സ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ജോസഫിന് ഇതൊക്കെ നല്ല നിഷ്പ്രയാസം പാടാൻ പറ്റും, നല്ല ക്ലാസിക്കലൊക്കെ പാടുന്ന ആളല്ലേ. അപ്പോൾ ഈ പാട്ടൊക്കെ നല്ല പുഷ്പം പോലെ പാടാൻ പറ്റും. അങ്ങനെ പാടി. എനിക്ക് ഇഷ്ടപ്പെട്ട മോനെ ഇതിൻ്റെ അകത്ത് നല്ലതായിട്ട് പഠിച്ചിട്ടുണ്ട് ഈ പാട്ട്. ചെറിയ ചെറിയ ന്യൂവൻസസ് ഒക്കെ നല്ലോണം പഠിച്ച് അതുപോലെ തന്നെ പാടാൻ നോക്കി. അതൊക്കെ ഇഷ്ടമായി കേട്ടോ. എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം, സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് നിർത്തുന്നതല്ലേ,
സ്തുതിയായിരിക്കട്ടെ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അവിടെ ആ നിർത്തുന്നിടത്ത് ഈ വിബ്രാറ്റോ ഇച്ചിരി അധികം ആവുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇപ്പം നമ്മൾ റെക്കോർഡിങ്ങിനൊക്കെ പോകുമ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ പിടിച്ച് വലിച്ച് നേരെ ആക്കേണ്ടി വരും. അപ്പം നമ്മളത് നേരെ നേരെ ഒന്ന് പാടാമോ? സസ്റ്റെയിൻ ഒന്ന് നല്ലോണം നീട്ടി വിബ്രാറ്റോ ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടൊന്ന് പാടാമോ? സ്തുതി സ്തുതിയായിരിക്കട്ടെ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇങ്ങനെ പോകുന്നുണ്ടോ? അപ്പം അത് ത്രൂ ഔട്ട് ദ സോങ് എവിടെയൊക്കെ പാടിയോ അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് നേരെ പാടാനായിട്ട് നോക്കുക. എല്ലാ നോട്ടും ഒന്നും അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അതുപോലെ അതെ ഗൽഗതം എന്നല്ലാതെ ഗദ്ഗത കണ്ഠരായി പാടിയത് ഗദ്ഗത കണ്ഠരായി എന്നാണോ? ഗദ്ഗത കണ്ഠരായി ഇല്ലേതാ ഒറിജിനൽ? എനിക്ക് തോന്നുന്നു ഗദ്ഗത കണ്ഠരായി പ്രാർത്ഥിക്കും ഞങ്ങൾ തൻ, ഇങ്ങനെയല്ലേ കിടക്കുന്നത്. എനിക്ക് ഇതിൽ തോന്നിയത് മോൻ്റെ വോയിസിനെ സ്യൂട്ട് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ മോൻ്റെ വോയിസിന് ഒരു ക്ലാസിക്കൽ ടച്ച് ഉണ്ട്. പക്ഷെ അത് ഈ പാട്ടിന് നല്ല രസമായിരുന്നു കേൾക്കാൻ. അപ്പം അത് നല്ല ആപ്റ്റായിരുന്നു ഈ സോങ് സെലക്ഷൻ. ആരാണ് സെലക്ട് ചെയ്തത് തന്നെ? ഫാദർ. ഫാദർ എൻ്റെ ഒരു ഉസ്താദാണ്. നല്ല സോങ്സ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പം ഇതും നല്ലൊരു പാട്ടായിരുന്നു മോനെ. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സിസ്ലി. ജോസഫ് ഹാപ്പി ആയില്ലേ? ഹാപ്പിയാ. നല്ല കുറച്ച് കറക്ഷൻസും കിട്ടി, നല്ല റിവ്യൂസും കിട്ടി ഇന്നത്തെ പാട്ടിനെ കുറിച്ച്. ഇന്ന് നമുക്ക് മാർക്സ് ചോദിക്കാം. അൽഫോൺസേട്ടാ, $7.5 out of 10. പുള്ളിയാനിക്ക് ലച്ച. $8 out of 10. Cicely. $8 again out of 10, and the total score is 23.5 out of 30. നല്ല സ്കോറാണ്. നമുക്കൊരു ആവറേജിന് മുകളിലുള്ള സ്കോർ എന്ന് തന്നെ പറയാം. ഇപ്പോൾ ജോസഫ് നന്നായി പാടാൻ ദൈവം അനുഗ്രഹിച്ചത്, നന്നായി പാടി, നല്ല സ്കോഴ്സും കിട്ടി. എന്നിരുന്നാലും കുറച്ച് കറക്ഷൻസ് ഇന്ന് ജഡ്ജസ് പറഞ്ഞു തന്നല്ലേ. അപ്പം അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് അടുത്ത റൗണ്ടിൽ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് വേണം വരാൻ. അപ്പോൾ അടുത്ത റൗണ്ടിൽ വീണ്ടും കാണാം. ഓൾ ദ വിഷസ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസിനായി ലെറ്റ് മീ ഇൻവൈറ്റ് അമല മാത്യു. അമലക്കുട്ടി, എന്താ ഏത് റൗണ്ടിലാണ് ഇന്ന് പാടുന്നത്? സെമി ക്ലാസിക്കൽ റൗണ്ടിലെ സെമി ക്ലാസിക്കൽ. ഏത് പാട്ട്? നിൻസുരം തേടി ഞാൻ വന്നു. നന്നായി പ്രാക്ടീസ് ചെയ്തോ? എങ്ങനെയാ, ഇച്ചിരി ടഫാണോ പാട്ട്? കുഴപ്പമില്ല. കുഴപ്പമില്ല അല്ലേ? അമലയെ കൊണ്ട് പറ്റും അല്ലേ? പറ്റും. അപ്പോൾ ആ ഒരു ധൈര്യം മാത്രം മതി പാടാനായിട്ട്. അപ്പോൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി പാടണം. ഓൾ ദ ബെസ്റ്റ് അമല. നിൻസുരം തേടി ഞാൻ വന്നു യേശുവേ, എന്നാളും തുണയേകി കനിവോടെ വരമേകൂ. നിൻസുരം തേടി ഞാൻ വന്നു യേശുവേ, എന്നാളും തുണയേകി കനിവോടെ വരമേകൂ. നിൻസുരം തേടി ഞാൻ വന്നു യേശുവേ.
ദേവദേവൻ ശാന്തശീലൻ രാജരാജനേശുനാഥൻ എൻ്റെ പാപം പോക്കിടുന്ന വാരുളി വരപൊരുളി തിരുസുതനേ നിൻ സ്വരം തേടി ഞാൻ വന്നു യേശുവേ എന്നാളും തുണയേകി കനിവോടെ വരമേകൂ നിൻ സ്വരം തേടി ഞാൻ വന്നു യേശുവേ സ്നേഹം വഴിയും നിൻ പാവനമൊഴിയാലേ തപ്തമീ മാനസം ശാന്തമായി തീർക്കൂ നീ സ്നേഹം വഴിയും നിൻ പാവനമൊഴിയാലേ തപ്തമീ മാനസം ശാന്തമായി തീർക്കൂ നീ ശക്തമാം കരം നീട്ടി ശക്തമാം കരം നീട്ടി നിത്യമാം വഴി കാട്ടി താവക കരതാരിൽ കാത്തുകൊള്ളേണമേ ദേവദേവൻ ശാന്തശീലൻ രാജരാജനേശുനാഥൻ എൻ്റെ പാപം പോക്കിടുന്ന വാരുളി വരപൊരുളി തിരുസുതനേ നിൻ സ്വരം തേടി ഞാൻ വന്നു യേശുവേ എന്നാളും തുണയേകി കനിവോടെ വരമേകൂ നിൻ സ്വരം തേടി ഞാൻ വന്നു യേശുവേ കുരിശിൽ നീ വെടിഞ്ഞ ജീവൻ അതിനാലേ എന്നിലെ പുതുജീവൻ തളിരണിഞ്ഞുണർന്നില്ലേ കുരിശിൽ നീ വെടിഞ്ഞ ജീവൻ അതിനാലേ എന്നിലെ പുതുജീവൻ തളിരണിഞ്ഞുണർന്നില്ലേ നിന്ദയാ വായ്പിനാൽ പാപിയമടിയനേ താവക കരതാരിൽ കാത്തുകൊള്ളേണമേ ദേവദേവൻ ശാന്തശീലൻ രാജരാജനേശുനാഥൻ എൻ്റെ പാപം പോക്കിടുന്ന വാരുളി വരപൊരുളി തിരുസുതനേ നിൻ സ്വരം തേടി ഞാൻ വന്നു യേശുവേ എന്നാളും തുണയേകി കനിവോടെ വരമേകൂ നിൻ സ്വരം തേടി ഞാൻ വന്നു യേശുവേ അമലക്കുട്ടി എന്തോ നല്ല പാട്ടായിരുന്നു. നല്ല കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാട്ടാന്ന് തോന്നുന്നു അല്ലേ? അതെ എങ്ങനെ പാടിയെന്ന് തോന്നണോ? കുഴപ്പമില്ലാതെ പാടിയെന്തോ കുഴപ്പമില്ലാതെ പാടിയെന്ന് തോന്നുന്നു. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം അമലയുടെ ഇന്നത്തെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന്. സിസിലി, അമല എന്തോ അമലയ്ക്ക് പറ്റിയ സോങ് ആണ് കേട്ടോ. അമലയുടെ ഒരു കാലിബറിന് പാടാൻ പറ്റിയത് ഇതാണ് നമുക്ക് ഏറ്റവും ആദ്യം ആവശ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാവർക്കും ദാസേട്ടനെ പോലെയും സുജാ ചേച്ചിയെ പോലെയും ചിത്ര ചേച്ചിയെ പോലെയും അങ്ങനെ പാടാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഒരു ഐഡൻറ്റിറ്റി ഒരാൾക്കുണ്ട്. അപ്പം നമുക്ക് എന്താണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് മനസ്സിലാക്കി നമ്മുടെ കാലിബർ എന്താണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ വേറൊരാളെ പോലെ ആവണം, നമുക്ക് റോൾ മോഡൽ പോലെ വെക്കാം, പക്ഷെ അതേപോലെ ആവാൻ നമുക്ക് പറ്റില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ നമുക്കുള്ള ടാലൻറ്റ്, നമുക്ക് ഈശോ എന്താണ് കഴിവ് തന്നിരിക്കുക, അതിൻ്റെ എന്താണ് എൻ്റെ വീക്ക്നെസ്സസ് മനസ്സിലാക്കുക, സ്ട്രെങ്ത്ത് മനസ്സിലാക്കുക. എന്നിട്ട് അതനുസരിച്ച് നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യുക. നമ്മുടെ വോയിസിനെയും നമുക്ക് കിട്ടിയ ടാലൻറ്റിനെയും. തീർച്ചയായിട്ടും നമുക്ക് എടുത്താൽ പൊങ്ങാൻ പറ്റാത്തൊരു പാട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഞാനത് പാടി നോക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു ഫ്ലോറിൽ കാണുന്ന ആൾക്കാരല്ല അല്ലേ, എത്രയോ ജനങ്ങൾ കാണുന്നതാണ്, എത്രയോ മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ കാണുന്നതാണ്. അപ്പം എല്ലാവരുടെയും മുമ്പിൽ ഞാനൊരു പാട്ട് പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി മോൾക്കുണ്ട്. അപ്പം മോള് എന്താ പറയുക, മോളുടെ കാലിബർ മനസ്സിലാക്കി നല്ലൊരു സോങ് സെലക്ട് ചെയ്തു. അതിന് തന്നെ വലിയൊരു കൺഗ്രാജുലേഷൻസ് കേട്ടോ.
മോളുടെ ശബ്ദത്തിനാണെങ്കിലും മോളുടെ നല്ല ബോൾഡ് വോയിസ് ആണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ആ ഒരു സ്ട്രോങ് വോയിസ് നന്നായിട്ട് കാണിക്കുന്ന ഒരു സോങ് ആയിരുന്നു ഇത്. വലിയ മിസ്റ്റേക്സ് ഒന്നും ഇല്ലായിരുന്നു. അമല അത് നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു. നല്ല കോൺഫിഡൻസോടുകൂടി മോള് പാടിയ കേട്ടോ. നിൻ സ്വരം ഈ വാക്കുകൾ പറയുന്നതാണ് ഇപ്പോഴും ഒരു ചെറിയൊരു പ്രശ്നമുള്ളത്. ഒരു എന്നൊരു ഫീലിംഗ് ഉണ്ട്. അത് യേശുവേ എന്ന് ആ പാടി നിർത്തുന്ന സമയത്തല്ലേ യേശുവേ അങ്ങനെ വരുന്നുണ്ട്. സ്വരം തേടി ഞാൻ വന്നു യേശുവേ. യേശുവേ എന്നുള്ള വാക്ക് അങ്ങനെ തന്നെ. അപ്പം നമ്മൾ ക്ലാസിക്കൽ നമ്മൾ ഈ ട്രെയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വാക്ക് വരും. നമ്മൾ എൻഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ തമിഴ് ചൊവ്വ ഇടയ്ക്കുന്ന് വരും. അപ്പോൾ നമ്മളത് ക്ലാസിക്കൽ പാടുമ്പോൾ അങ്ങനെ പാടാം. ഇപ്പോൾ ക്ലാസിക്കൽ പാടുമ്പോൾ നമ്മളെപ്പോഴും ആകാരത്തിലല്ല നിർത്തുക, അങ്ങനെ പാടില്ലേ. അപ്പോൾ പക്ഷേ അത് നമ്മുടെ സിംഗിങ്ങിൽ വരരുത് കേട്ടോ. എന്ത് സോങ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ സോങ് അനുസരിച്ച് പാടുക. യേശുവേ എന്നുള്ളത് തന്നെ കേൾക്കണം. അത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു നല്ല രസമുണ്ട് അത് കേൾക്കാൻ. അപ്പം അത് ഈ എൻഡിങ്ങിലെല്ലാം അവൾക്ക് ആ ഒരു പ്രശ്നം വന്നു. പിന്നെ അനുപല്ലവി താളം ഒന്ന് കഴിയുന്നതിന് മുമ്പ് തന്നെ മോള് ഒന്ന് എടുത്ത് പാടി. പക്ഷെ ചരണത്തിൽ അത് കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അനുചരണത്തിൽ 3 സ്റ്റാൻസയില്ലേ, 3 സ്റ്റാൻസയിൽ കുരിശിൽ നീ വെടിഞ്ഞ് അത് പിന്നെ കറക്റ്റായിട്ട് വന്നില്ല. മറ്റേ 2 സ്ഥലങ്ങളും മോള് നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അനുചരണം മാത്രം ശരിയായില്ല. പിന്നെ ലാസ്റ്റ് എൻഡ് ചെയ്തത് യേശുവേന്ന് എൻഡ് ചെയ്തത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് കിടന്നു കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ മോള്. എനിക്ക് തോന്നിയത് നല്ലൊരു സെലക്ഷൻ. മോള് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിസിലി. ഉരുളിയാനിക്ക് ലച്ച. നമ്മൾ ഇതുപോലെയുള്ള പാട്ട് ഇതിനു മുമ്പ് പാടിയിട്ടുണ്ടോ? വല്ല മത്സരത്തിനോ വല്ലോ? ഇല്ല, ആദ്യമായിട്ട് പാടി. ആദ്യമായിട്ട് മോൾ ഇതിനു വേണ്ടി ഒരു പാട്ടെടുത്തു, അത് പഠിച്ച് മോൾക്ക് സാധിക്കുന്നിടത്തോളം നന്നായി പാടി. മോളുടെ ആ പരിശ്രമം തീർച്ചയായിട്ടും അത് വിലമതിക്കുന്നുണ്ട് കേട്ടോ. കാരണം ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു റൗണ്ടൊക്കെ പാടുന്നല്ലേ. അതിനുവേണ്ടി നമ്മൾ പാട്ട് തേടി പിടിക്കുന്നു, പാടുന്നു. ഇങ്ങനെയുള്ള പാട്ടുണ്ടെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുക. അനേകം പേർക്ക് ഇങ്ങനത്തെ പാട്ടൊക്കെ ഉണ്ട്. വെറുതെ സിമ്പിൾ പാട്ടുകളല്ല, ഇതുപോലുള്ള ഗൗരവമുള്ള സംഗീത രാഗ ബേസ്ഡ് സോങ്സ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു വേദി കൂടിയാണ്. വളരെ നന്നായി പാടിയ മോളെ. താങ്ക് യു. എത്ര നാളെടുത്ത് പഠിക്കാനായിട്ടിത്? കുറേ നാളെടുത്തു. കുറേ നാളെടുത്തില്ലേ? ആരെങ്കിലും സഹായിച്ചോ പഠിക്കാൻ? ടീച്ചേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും മാഷ് പഠിപ്പിച്ചല്ല പല പ്രാവശ്യം? ആ മാഷ് നന്നായി പഠിപ്പിച്ചു മോളെ. പിന്നെ ഈ ഇവിടെ പറഞ്ഞില്ല യേശു അങ്ങനെയുള്ള വരുമ്പോഴാണ് നമ്മൾക്ക് ആ അത് ഞാൻ എഴുതി വെച്ചിരുന്നു. അത് ചില ബേസ് നോട്ടിലേക്ക് വരുമ്പോൾ, അല്ലാതെ ഒരു കുറച്ചുകൂടി അവിടെയൊക്കെ നന്നാക്കായിരുന്നു വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് അനുചരണത്തിൽ തളിയിലണിഞ്ഞല്ലോ, ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് കേട്ടാൽ പരിശോധിച്ചാൽ ചിലത് കണ്ടിരിക്കും. പക്ഷെ അതൊന്നും ഒരു സാരമില്ല. നിങ്ങളുടെ അറ്റംപ്റ്റ്, നിങ്ങൾ കുഞ്ഞു കുട്ടികൾ ഇങ്ങനെയൊക്കെ പഠിച്ച് പാടുമ്പോൾ എന്ത് സന്തോഷമാണെന്ന് അറിയാമോ? ഈ സെമി ക്ലാസിക് റൗണ്ടിലൊക്കെ യു ടേക്ക് എന്തുമാത്രം എഫേർട്ട് നിങ്ങൾ എടുക്കുന്നത്. തീർച്ചയായിട്ടും അതിനെ അഭിനന്ദിക്കുന്നു. ഉച്ചാരണമൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ മോളെ ചുണ്ടൊക്കെ ഒന്ന് നോക്കണം കേട്ടോ പാടുമ്പോൾ. ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുമ്പോൾ അത് വല്ലതും പറഞ്ഞു തന്നോ അങ്ങനെയൊക്കെ? അങ്ങനെ ഒരു വലിയ നമ്മൾ പാടുമ്പോഴൊക്കെ അനാവശ്യമായ മൂവ്മെൻറ്റ്സ് നമ്മുടെ മുഖത്തുണ്ടോ എന്ന് നോക്കിയാൽ മതി കേട്ടോ. അത് പറഞ്ഞു തരുന്നത് എന്തിനാ? അതിൻ്റെ ബ്യൂട്ടി കുറച്ചുകൂടെ സംഗീതങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. മറ്റേ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് മോൾക്ക് നന്നായിട്ട് മോള് പരിശ്രമിച്ചു. വെരി ഗുഡ് മോളെ, ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛ. അൽഫോൺസ് ഏട്ടാ. അമല, എന്തോ എനിക്ക് ഈ ഒരു പാട്ട് കേട്ടപ്പോൾ അമലയെക്കുറിച്ച് എനിക്ക് കുറച്ചും കൂടി ഒരു നല്ലൊരു സന്തോഷം തോന്നി. കാരണം ഇതുവരെയും പാടാത്ത ഒരു ശൈലി പാടാൻ വേണ്ടി പരിശ്രമിച്ചു. പഠിപ്പിച്ചത് ആരാണ്? ഏത് മാഷാണ്? ഒന്ന് പറയാം, പേര് പറയാവോ? വേണുമാഷ്. എന്തായാലും വേണുമാഷിന് ഒരു വലിയൊരു അഭിനന്ദനം ഞങ്ങൾ എല്ലാവരും പറയുകയാണ്. കാരണം ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കേൾക്കുമ്പോഴത്തേക്കും പല രാഗങ്ങളായിട്ടൊക്കെ തോന്നും. കീരവാണിയുടെ റൂട്ടുണ്ട്, അതിനകത്ത് തന്നെ മാൽക്കോൺസിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ എന്തൊക്കെ തന്നെയാണെങ്കിലും ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഇതുകളാണ്, പ്രയോഗങ്ങൾ. പക്ഷെ അവിടെയൊക്കെ വളരെയധികം അത് ആ ഒരു അനായാസത കൊണ്ടുവരാൻ വേണ്ടി കുറേ പരിശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പാടാൻ പറ്റത്തില്ല, നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ. അപ്പോൾ മോളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇട്ടു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് മാത്രമല്ല അതൊരു സ്റ്റാർട്ടിങ് ആയിക്കൊള്ളട്ടെ. നല്ല പാട്ടുകൾ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പാട്ടുകൾ എടുക്കാനും പഠിക്കാനും അതിനുവേണ്ടി സമയം കണ്ടെത്താനും സമയം എടുക്കണം. കൂടുതൽ കറക്ഷൻ ഞാൻ പറയുന്നില്ല. എനിക്കൊരു പ്രോത്സാഹനം മാത്രമേ
തരാനായിട്ട് തോന്നുന്നുള്ളൂ. പിന്നെ അതിലുപരി ഞാൻ ഓർക്കസ്ട്രക്കാരെല്ലാവരും ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അപ്പം എല്ലാം ഒരു നല്ലൊരു വെറൈറ്റി ഓർക്കസ്ട്രയിലും നമുക്ക് തന്നു. അതിൻ്റെ അർത്ഥം ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തികഞ്ഞു എന്നുള്ളതല്ല, കുറവുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മോളെ ഒരു അഭിനന്ദിക്കാൻ മാത്രമേ ഇപ്പോൾ തോന്നുന്നുള്ളൂ. അത് കാരണം കൊണ്ട് തീർച്ചയായിട്ടും കുറവുകൾ ഉണ്ടായിരുന്നു, അത് കൃത്യമാക്കണം, ഇനി ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പോൾ അത് മനസ്സിലൊന്ന് വയ്ക്കുക. പക്ഷേ ഈ ഒരു എഫേർട്ടിനെ വളരെയധികം ഞങ്ങളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു അൽഫോൺസേട്ടാ. അമല, നല്ല റിവ്യൂ ആണല്ലേ കിട്ടിയത് ജഡ്ജസിൽ നിന്ന്. നമുക്ക് ആ ഒരു സന്തോഷം കളയേണ്ട. അതിന് മുൻപേ നമുക്ക് മാർക്സും കൂടെ ചോദിച്ചറിയാം. സിസിലി, ഔട്ട് ഓഫ് 10 അമലയുടെ ഇന്നത്തെ സ്കോർ? താങ്ക് യു. 8 ഔട്ട് ഓഫ് 10 ഉരുളിയനിക്കലച്ച. Again 8 out of 10 അൽഫോൺസേട്ടാ. Eight out of 10 and the total score is 24 out of 30. നല്ല സ്കോറാണ്, അബവ് ആവറേജ് സ്കോറാണ് അമലയ്ക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന. ആ ഒരു ഇംപ്രൂവ്മെൻറ്റ് ജഡ്ജസ് എല്ലാവരും പറഞ്ഞു. എല്ലാവരും ഇതൊരു വലിയൊരു എൻകറേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് കാണിക്കുക, നല്ല സ്കോറ് കിട്ടുക, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുക. അൽഫോൺസേട്ടൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു എൻകറേജ്മെൻ്റ് ആയിട്ട് എടുക്കണം. അടുത്ത റൗണ്ടിലേക്ക് ഇതിലും നന്നായിട്ട് പോകാനുള്ള ഒരു പ്രോത്സാഹനം. തീർച്ചയായിട്ടും അതാണ് ഇന്നത്തെ സ്കോറ്. അമലയ്ക്ക് കൺഗ്രാജുലേഷൻസ്. ഇനി അടുത്ത റൗണ്ടിൽ ബെറ്റർ പെർഫോമൻസ് ആൻഡ് ബെറ്റർ സ്കോർ ഞങ്ങൾ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നന്നായി പ്രാക്ടീസ് ചെയ്ത് വരണം. ഓൾ ദ വിഷസ് അമല. താങ്ക് യു. ഇനി ഈ 3 പെർഫോമൻസസും പൂർണ്ണമായിരിക്കുന്ന ഈ വേളയിൽ അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്, മ്യൂസിക് ക്വിസ്. മ്യൂസിക് ക്വിസിനായിട്ട് മറ്റ് 2 കണ്ടസ്റ്റൻസിനെയും വിളിക്കുകയാണ് സ്റ്റേജിലേക്ക്. ജോസഫ് ബിനു ചാക്കോ ആൻഡ് സെബ ടോമി, പ്ലീസ്. സെബ, ജോസഫ് ആൻഡ് അമല റെഡി അല്ലേ? ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം വേഗം. ആദ്യം അമലയ്ക്കുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് അൽഫോൺസേട്ടൻ. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കുകയല്ലേ. ഈശ്വരനെ തേടി ഞാൻ നടന്നു എന്ന ഗാനം ആലപിച്ചത് ആരാണ്? ഞാൻ അതിൻ്റെ ഇത് ഓപ്ഷൻസ് പറയാം. മാർക്കോസ്, പി ജയചന്ദ്രൻ, യേശുദാസ്. മാർക്കോസ്. അടുത്ത ആൾ പറയാമോ? യേശുദാസ്. ശരി ഉത്തരമാണ്. യേശുദാസ് ഇസ് ദ റൈറ്റ് ആൻസർ. ജോസഫിന് കിട്ടിയിരിക്കുന്നത് 1 മാർക്കാണ്. ഇനി അടുത്ത ചോദ്യം ജോസഫിനോട് തന്നെയാണ്. ഉരുളിയനിക്കലച്ച. പരിശുദ്ധാത്മാവേ എല്ലാവരും കൂടെ പാടും. വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഈ പാട്ട് അറിയാൻ പാടില്ലാത്തൊരു ആരെങ്കിലും ഉണ്ടോ മലയാളികൾ? ഇല്ല. ഞാൻ ചോദിക്കാൻ പോവാ, ആരാണ് ഈ പാട്ടിന് സംഗീതം കൊടുത്തത്? 3 ചോയ്സ് തരാം. MK അർജുനൻ, കുമരകം രാജപ്പൻ, KK ആന്റണി. അറിഞ്ഞിരിക്കണം, അതുകൊണ്ടാണ് ചോദിച്ചത്. MK അർജുനൻ. അടുത്തയാള് ആന്റണി. KK ആന്റണി ആണോ? അറിയുഷു ശരിയാ മോള് പറഞ്ഞത്. KK ആന്റണി റൈറ്റ് ആൻസർ. സേബ 1 മാർക്ക് അഗൈൻ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും സേബയ്ക്ക് തന്നെയാണ്. സിസിലി. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാഥ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ.
പാട്ടും അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലേ? അപ്പോൾ ഇതാ ക്വസ്റ്റ്യൻ. സെബ, തിരുനാമകീർത്തനം എന്നീ ഗാനം സംഗീത സംവിധായകൻ ആര്? ഓപ്ഷൻ എ സണ്ണി സ്റ്റീഫൻ, ഓപ്ഷൻ ബി ടോമിൻ തച്ചങ്കരി, ഓപ്ഷൻ സി വയലൻ ജേക്കബ്. ഓപ്ഷൻ ബി പറഞ്ഞു. ഈ പേരൊന്നും കേട്ടിട്ടില്ലേ? ദൈവം. ടോമിൻ തച്ചങ്കിരി. ടോമിൻ തച്ചങ്കരി. ഓക്കെ. ഇനി അമല. സണ്ണി സ്റ്റീഫൻ. സണ്ണി സ്റ്റീഫൻ. കൺഗ്രാറ്റുലേഷൻസ്. റൈറ്റ് ആൻസർ. ഇപ്പോൾ 3 പേർക്കും ഓരോ മാർക്ക് വെച്ച് കിട്ടിയിരിക്കുകയാണ്, സെയിം സ്കോർ. അതുകൊണ്ട് ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അതിൽ ആര് ആദ്യം റൈറ്റ് ആൻസർ പറയുന്നു അവരായിരിക്കും ഇന്നത്തെ വിന്നർ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓവർ ടു ഉരുളിയാനിക്കലച്ചൻ. സത്യനായക പാട്. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹദായക ശ്രീയേശുനായക. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഈ പാട്ട് ആരാണ് എഴുതിയത്? ഓപ്ഷൻസ്: ഗിരീഷ് പുത്തഞ്ചേരി, ശ്രീകുമാരൻ തമ്പി, വയലാർ. ആദ്യം പുത്തഞ്ചേരി. അടുത്തയാള് ശ്രീകുമാരൻ തമ്പി. കറക്റ്റ് ആൻസർ. റൈറ്റ് ആൻസർ. ശ്രീകുമാരൻ തമ്പി ഈസ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ മ്യൂസിക് ക്വിസിലെ വിന്നർ ആയിരിക്കുന്നത് സേബ ടോമി. സേബയ്ക്കുള്ള മെമെന്റോ സിസിലി ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. Zeba, how do you feel? Lucky, exactly. അപ്പോൾ നല്ലൊരു ഇതായിരുന്നു, കറക്കിക്കുത്തായിരുന്നു. ഏതാണെങ്കിലും യു ആർ ലക്കി. ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയാം. എനിവേയ്സ്, കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. അങ്ങനെ ഇന്നത്തെ പെർഫോമൻസസും പൂർണ്ണമായി മ്യൂസിക് ക്വിസും ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇന്നത്തെ പാട്ടുകളെല്ലാം എൻജോയ് ചെയ്തു, മ്യൂസിക് ക്വിസ് എൻജോയ് ചെയ്തു എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ. ഒരു നാളിലെൻ കുടിലിൻ മുറ്റത്തു നീ എത്തിയെന്നതിഥിയായോ ദൈവമേ. ഒരു നാളിലെൻ ഒത്തിരി ഫാസ്റ്റായിട്ട് പോകുന്നതുകൊണ്ട് മോളെ എൻഡിങ് ലാൻഡ് ചെയ്യുന്ന സ്വരം ഉണ്ടല്ലോ, നമ്മൾ നിൽക്കുന്ന സ്വരത്തിൽ കാണില്ലേ ഒരു ശബ്ദം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മങ്ങി പോവുക. അത് പല സ്ഥലത്ത് അങ്ങനെ സംഭവിച്ചിരുന്നു. വിശ്വം കാക്കുന്ന നാഥ വിശ്വേകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മ. ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ മോൻ്റെ സംസാരത്തിൽ, ആ നിൽപ്പിലൊക്കെ തന്നെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കുറച്ചാൾ മുമ്പ് വരെ കഴിഞ്ഞ റൗണ്ടുകളിലൊക്കെ അതെ 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 ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ സംസാരിക്കാനൊക്കെ തുടങ്ങി. മനസ്സിൽ ദേവാലയം പണിയൂ, അത് മലിനമാകാതനുദിനം കാക്കൂ. ഇപ്പോൾ ഇവിടെ പറഞ്ഞതിലത്ത് പ്രശ്നം തോന്നിയത് മുകളിലേക്ക് പോകുമ്പോൾ നല്ല ഡിഫിക്കൽട്ട്, ശരിക്കും നമുക്ക് ആ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പാടുന്ന സമയത്ത്. പിന്നെ സസ്റ്റെയിൻ ചെയ്യുമ്പോഴുള്ള ശ്രുതിയിൽ നിൽക്കാൻ പറ്റാത്ത ഇത്